തൃശ്ശൂർ പൂരത്തിന് വലിയ വെടിക്കെട്ട് നടക്കുമ്പോൾ ആന അവിടെ നിൽക്കുന്നുണ്ട്. ഞാന് കൃഷിത്തോട്ടത്തിൽ വന്ന നമ്മളെങ്ങനെ ഓടിക്കുന്നത്? എങ്ങനെ ഓടിക്കുന്നത്? പടക്കം പൊട്ടിച്ച് ആ പടക്കം പൊട്ടിക്കുന്ന ആനേനെയാണ് ഇക്കണ്ട സ്ഥലത്ത് കൊണ്ടുപോയി പൂരം നടത്തുന്നത്. നേരത്തെ പറഞ്ഞില്ലേ അതുകൊണ്ട് ആനയ്ക്ക് എന്തെങ്കിലും ഒരു ഭയം ഉണ്ടാവുന്നുണ്ടെങ്കിലാണ് നമ്മള് ഇത് അപകടമാണ്, നമ്മളെ ചെയ്യാൻ പാടില്ല. ആനയ്ക്ക് അതൊന്നുമില്ല. ആന തലക്കെട്ട് കെട്ടി അവിടെ നിന്ന് കൊടുത്താൽ മതി. അപ്പൊ ഇതിന്റെ പുറത്ത് കയറുന്ന 10 ആനക്ക് വെയിറ്റ് അത് അങ്ങനെ ആനയ്ക്ക് അതൊരു വെയിറ്റ് അല്ല. ഇത്രയൊക്കെ ചോദിക്കാനുള്ള കാരണം ആസ് എ പേഴ്സൺ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, അതിന് ഞാൻ എതിരുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വളരെ സൗമ്യമായിട്ട് നമ്മൾ തർക്കിച്ചത്. ഓക്കെ, അല്ല എന്നോട് വിരോധമൊന്നും തോന്നില്ല. അതൊരു ഇന്റർവ്യൂവർ അല്ല, ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഈ ജീവിയുടെ മേളിൽ ഞാൻ പറയില്ല. റീസെന്റ് ആയിട്ട് ഞാൻ അമ്പലത്തിൽ ഉത്സവത്തിന് ആന ഇങ്ങനെ ചെരിഞ്ഞാ പോകുന്നത്. അതിന്റെ പുറത്ത് ആ ജീവിയോട് നമ്മൾ ഇത്ര ഒച്ച, അതായത് നമ്മൾ പറയുന്നത് എങ്ങനെ, ആന കൃഷിത്തോട്ടത്തിൽ വന്നാൽ നമ്മളെങ്ങനെ ഓടിക്കുന്നത്? എങ്ങനെ ഓടിക്കുന്നത്? പടക്കം പൊട്ടിച്ച് ആ പടക്കം പൊട്ടിക്കുന്ന ആനേനെയാണ് ഇക്കണ്ട സ്ഥലത്ത് കൊണ്ടുപോയി പൂരം നടത്തുന്നത്. അതാ ഞാൻ പറഞ്ഞേ, ആ ട്രെയിനിങ് ആക്സസ് ചെയ്യാനുള്ള ഒരു കഴിവ് അവർക്കുണ്ട്. ഇപ്പൊ തൃശ്ശൂർ പൂരത്തിന് വലിയ വെടിക്കെട്ട് നടക്കുമ്പോൾ ആന അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആനയ്ക്ക് എന്തെങ്കിലും ഒരു ഭയം ഉണ്ടാവുന്നുണ്ടെങ്കിലാണ് നമ്മള് ഇത് അപകടമാണ്, നമ്മളെ ചെയ്യാൻ പാടില്ല. അവിടെ ആളുകൾ ഓടുന്ന കാണാം, പക്ഷെ ആന ഒരിക്കലും അങ്ങനെ ഓടാറില്ല. എനിക്കറിയാതെ വെടിക്കെട്ടാണ്, നടന്നോട്ടെ, എന്റെ മക്കറ്റ് വരില്ല, ഞാൻ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. ആ വെടിക്കെട്ടുമ്പോ ആന ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഞാൻ കാണാം. നമ്മളൊരു കോമഡി ആയിട്ടൊരു ഡയലോഗ് പറയാറുണ്ട്. ശരിക്കും ആനയുടെ കാലിലിട്ടേക്കുന്ന ചങ്ങല എന്നാ ആനയ്ക്ക് അറിയില്ല. അതായത് തോട്ടി എന്ന് പറഞ്ഞൊരു ചെറിയ സാധനമാണ്. അതായത് പക്ഷെ അത് വിചാരിക്കുന്ന അതിനെ മൊത്തത്തിൽ ലോക്ക് ചെയ്തേക്കുവാ. പാപ്പാൻ പറയുന്നതുകൊണ്ട് അത് പേടിച്ചിട്ടാണെന്നൊരു ചൊല്ലുണ്ട്. അതായത് ആനകളുടെ സ്വഭാവം, ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ അതിന് പടക്കം പൊട്ടുമ്പോൾ അല്ലെങ്കിൽ വെടി പൊട്ടുമ്പോൾ പുള്ളിക്കത് പ്രശ്നമല്ല, പുള്ളി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന നിങ്ങൾ ട്രെയിൻ. അപ്പൊ എന്താണ് ശരിക്കും ആനയുടെ ഒരു യഥാർത്ഥ സ്വഭാവം എന്ന് പറയുന്നത്? ആന ശാന്തമായിട്ടുള്ള ഒരു ഹെർബിവോറാണ്, ഒരു വെജിറ്റേറിയൻ മൃഗമാണ്. ഒരിക്കലും ആരും ഉപദ്രവിക്കണമെന്നില്ല. അതിന്റെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10-250 കിലോഗ്രാം ഭക്ഷണം കിട്ടണം, അത്ര തന്നെ വെള്ളം കിട്ടണം. ഇത് കഴിക്കാനുള്ള സമയം എന്ന് ആലോചിക്കുക ഒരു ദിവസത്തിൽ. അതിങ്ങനെ 10-12 മണിക്കൂർ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ഉത്സവത്തായാലും എവിടെയായാലും അതിന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവന് ശാന്തനാണ്. മറ്റുള്ള മൃഗം ഇപ്പം പുലി, കടുവ, ഇവരൊക്കെ അറ്റാക്കിങ്ങാ, കാർണിവോറാ. ഇത് കാർണിവോറ ഗ്രൂപ്പല്ല. പുല്ല്, ഇലകള്, തൊലികള് ഇതൊക്കെ കഴിച്ച് ജീവിക്കുന്നതാണ്. അപ്പം അവരുടെ മനസ്സങ്ങനെയാണ്, പ്യുവർ ഒരു വെജിറ്റേറിയൻ മനസ്സാണ്. പിന്നെ അവരുടെ ശരീരം ആകാരം വലുതായതുകൊണ്ട് ഒരു തട്ട് കിട്ടിയാൽ നമ്മൾ തട്ടി പോകുന്നു മാത്രമേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അത് ആ സൈസിന്റെ പ്രത്യേകതയാണ്. ഞെരുക്കി കഴിഞ്ഞാൽ തടികളാൾ ചെറിയ കനം കുറഞ്ഞ ആൾ ഞെരുക്കുമ്പോൾ ഉണ്ടാവുന്നൊരു വേദന ഉണ്ടാവില്ല. അത് അങ്ങനെയാണ് മരണപ്പെടുന്നത്. അല്ലെങ്കിൽ ദേഷ്യം പിടിപ്പിക്കണം. ദേഷ്യം പിടിപ്പിച്ചാൽ പെട്ടെന്ന് പേടിച്ച് കഴിഞ്ഞാൽ ഒരു അറ്റാക്ക് ഉണ്ടോ, അതൊക്കെ വേറെ രീതിയിൽ. അപ്പം ആനകളെ സംബന്ധിച്ചൊരു നല്ല സ്നേഹിക്കാൻ കൊള്ളാവുന്ന, അതുകൊണ്ടാണല്ലോ നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ എപ്പോഴേ നമ്മൾ ഉപേക്ഷിച്ചേനെ. നാട്ടാന പരിപാലനം എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ്? നാട്ടാനയ്ക്ക് ഏറ്റവും നല്ലത് നമുക്കറിയാം. ഒരു ദിവസം ഏകദേശം ഒരു 10,000 രൂപയോളം ചെലവ് വരും ഒരു ദിവസം. ഭക്ഷണം 250 കിലോ ഭക്ഷണം. നമ്മളിപ്പോൾ ഒരു ബിരിയാണി മേടിക്കുമ്പോൾ ഇത്ര കാശ് കൊടുക്കൂലേ? ഈ ചോറ് 10 കിലോ അരിക്ക് ചോറ് വെച്ച് കൊടുക്കും, ഈന്തപ്പഴം കൊടുക്കും, അവില് കൊടുക്കും, പനമ്പട്ട. ഒരു പനമ്പട്ടയ്ക്ക് 125 രൂപ 150 രൂപ ഒരു പനമ്പട്ടയ്ക്ക് ഉണ്ട്. അങ്ങനെ ഒരു 25 പനമ്പട്ട കഴിക്കും. പിന്നെ പാപ്പാൻ്റെ ശമ്പളം, ഇതെല്ലാം കൂടി ഒരു 10,000 രൂപയോളം ചിലവ് വരുന്നുണ്ട്. അതാരും കാണുന്നില്ല. അതാണ് വിഷയം. നമ്മളതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ, നമ്മുടെ വീട്ടിലൊരു പട്ടിക്കുട്ടീനെ മെയിൻറ്റെയിൻ ചെയ്യാൻ എത്ര രൂപ ചിലവുണ്ട്? നന്നായിട്ട് നോക്കണമെങ്കിൽ, ഭക്ഷണമൊക്കെ കൊടുത്ത് നോക്കണമെങ്കിൽ 100 രൂപ കഷ്ടി. അപ്പം 100 എന്നുള്ളത് ഇതുമ്പോൾ അവിടെ പണിക്കാർ 3 കുളിപ്പിക്കാനും ഏത് സമയത്ത് കുളിപ്പിക്കാനും തീറ്റിട്ട് കൊടുക്കാനൊക്കെ ആളുകളാ. ഒരു രാജാവിൻ്റെ മകനെ പോലെയാണ് ആന ജീവിക്കുന്നത് അവിടെ. കാരണം ഒരു മനുഷ്യൻ തന്നെയാണ് അതിനെ കുളിപ്പിക്കുന്നത്. 3-4 മനുഷ്യന്മാരാണ് അതിന് ചുറ്റുവട്ടം നിന്നിട്ട് അതിനെ കൊണ്ടു നടക്കുന്നത്. അപ്പം അതിനൊക്കെ ഒരു ചിലവുണ്ടല്ലോ. ഓക്കെ, ഈ ശാസ്ത്രീയമായിട്ട് ഈ നാട്ടാലേനെ എങ്ങനെയാണ് പരിപാലിക്കേണ്ടത്? ശാസ്ത്രീയമായിട്ട് അതിന് ഞാൻ പറഞ്ഞില്ലേ, നല്ല ഭക്ഷണം കൊടുക്കാനായിട്ടുള്ള നല്ല കിടന്നുറങ്ങാനുള്ള സൗകര്യങ്ങളും നടക്കാനുള്ള സൗകര്യങ്ങളും, പാപ്പാൻ ഡെയിലി നടത്തുകയും എപ്പോഴും ഒരു എക്സസൈസ് കൊടുക്കാവുന്ന രീതിയിൽ അത് ചെയ്യുക. പിന്നെ ആനയെ ഈ ആനയെ വളർത്തുന്ന ആളുകൾക്ക് ആനയെ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് അവൻ്റെ ഒരു ആഗ്രഹമാണ് അത്. ആ ആഗ്രഹമാണ് അവനൊരു ആനയെ വളർത്തി അവനെ കൊണ്ടു നടക്കുന്നത്. അല്ലാതെ അതിൽ നിന്ന് വരുമാനം മാത്രം നോക്കിയിട്ടില്ല. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ പെറ്റിനോട് സ്നേഹം ഉണ്ടാവും. ചിലർക്ക് ആനോടായിരിക്കും സ്നേഹം, അവരതിനെ വളർത്തുന്നു. അതിന് നമ്മൾ എതിര് നിൽക്കേണ്ട ആവശ്യമില്ല. അവർ നല്ല രീതിയിൽ വളർത്തട്ടെ. അത് സമൂഹത്തിൽ നമുക്കത് കണ്ടു നിൽക്കാമല്ലോ. എല്ലാവർക്കും ആന ഉടമസ്ഥന്മാരാകാൻ പറ്റില്ല. അപ്പോൾ ഉടമസ്ഥന്മാർ നമുക്ക് വേണ്ടിയിട്ട് ഉത്സവത്തിനൊക്കെ വരുമ്പോൾ നമ്മളത് കണ്ട് ആസ്വദിച്ച് നന്ദി പറഞ്ഞ് നമ്മൾ തിരിച്ചു പോരുന്നു.
അപ്പോൾ ആനകൾ നമ്മുടെ സമൂഹത്തിൽ ഒന്നും ഉണ്ടാവണം, അത് അടുത്ത തലമുറയ്ക്ക് ഉണ്ടാവും വേണം. എന്നാൽ മാത്രമാണ് നമ്മുടെ സന്തുലനാവസ്ഥ നിലനിന്ന് പോകുള്ളൂ. ഒരു സ്പീഷീസ് ഇല്ലാണ്ടാവാതെ നോക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ കടമയാണ്. അതുകൊണ്ട് മനുഷ്യരെല്ലാവരും ആനയെ സ്നേഹിക്കാനാണ് ഞാൻ പറയുന്നത്. ആനയെ സ്നേഹിക്കുന്നതൊക്കെ അതിനെ പൂരത്തിന് എഴുന്നള്ളിക്കുന്നതിന് മാത്രമേ അല്ല, ഇപ്പം പൂരത്തിന് എഴുന്നള്ളിക്കാന്ന് വെച്ചാൽ അതൊരു വരുമാന മാർഗ്ഗമല്ലേ. ഇപ്പം നിങ്ങൾ സർക്കസ് അല്ല, ഇപ്പോൾ തായ്ലാൻഡിൽ പോയി, തായ്ലാൻഡ് ടൂറിസം തന്നെ ആനയാണ്. അവിടെ എല്ലാവരും ഇവിടുന്ന് വണ്ടി കയറി പോവുക തായ്ലാൻഡിലേക്ക്. കാരണം ആനയുടെ പന്തുകളി കാണാം, ആന പെയിൻ്റ് അടിക്കുന്നത് കാണാം, ആന ഓർഗൻ വായിക്കുന്നത് കാണാം. ഇത് കാണാൻ അവിടെ പോകേണ്ട ആവശ്യമില്ല, എല്ലാം ഇവിടെ ഉണ്ട്. പക്ഷെ ഇവിടുത്തെ നിയമം അത് അനുവദിക്കില്ല. ഇവിടെ ആന ഓർഗൻ വായിച്ചു കഴിഞ്ഞാൽ ക്രൂരതയായി, ആന പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ ക്രൂരതയായി, ആനയെ കൊണ്ട് ബുദ്ധിമുട്ടിച്ച് ആ ബ്രഷ് അടുപ്പിച്ചു, അങ്ങനെ ക്രൂരതയായി. അതാണ് NGOയുടെ പ്രത്യേകത. ഇവരെ അങ്ങനെ അടുപ്പിക്കില്ല. കാരണം അവരുടെ തായ്ലാൻഡിൽ അവരുടെ അന്നാണ് ആന, ഇവിടെ NGOകളുടെ അന്നാണ് ആന. ഇതാ വ്യത്യാസമുള്ളൂ. ആനയുടെ മാനസിക സമ്മർദ്ദം എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്? ഒരു മൃഗത്തിനെ നോർമലായിട്ട് കാണുമ്പോൾ ആന തുമ്പി ഒരു 3 മിനിറ്റ് ശ്രദ്ധിച്ചാൽ മതി, അതിൻ്റെ തുമ്പിയൊന്ന് അനക്കും, അത് കഴിഞ്ഞാൽ ചെവിയൊന്ന് അനക്കും, അത് കഴിഞ്ഞാൽ വാലനക്കും. ഇതൊരു സിങ്കർണൈസ്ഡ് ആക്ടിവിറ്റിയാണ്. അതായത് കടലിലെ തിരമാല വന്നു പോകുന്ന മാതിരിയാണത്. തുമ്പി അനക്കുക, ചെവി അനക്കുക, വാലനക്കുക. ഇത് ഇല്ലെങ്കിൽ കടൽ നിശ്ചലമാകുമ്പോൾ എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്, തർക്കമില്ലല്ലോ. അതുപോലെ തന്നെ ആന ഈ ആക്ടിവിറ്റിയിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ ആനയ്ക്ക് ആങ്സൈറ്റി ഉണ്ട്, സ്ട്രെസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ പരിശോധിച്ച് അതിന് വേണ്ടതായ നിർദ്ദേശങ്ങൾ കൊടുക്കണം. ഇപ്പം നമ്മൾ തന്നെ സംസാരിച്ചു, ഉത്സവങ്ങളിൽ ആനയെ എഴുന്നള്ളിക്കുന്ന കാര്യം പറഞ്ഞു. അങ്ങനെ ആനയെ എഴുന്നള്ളിക്കുമ്പോൾ ശാസ്ത്രീയമായ രീതിയിൽ ഇവയ്ക്ക് നൽകേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? ഇവർക്ക് ഫുഡ്, അതുപോലെ തന്നെ റെസ്റ്റ്, പിന്നെ ഈ പറയുന്ന പാപ്പാന്മാരാണെങ്കിലും അമിതമായിട്ട് ഉപദ്രവിക്കാതിരിക്കുക, യാത്ര, ഇതൊക്കെ എങ്ങനെയാണ്? അത് ഈ പറഞ്ഞതിൽ തന്നെയല്ലോ ഉണ്ട്. എന്ന് വെച്ചാൽ ആനയെ ആനയ്ക്കൊരു ദൈനംദിന ദിനചര്യകളുണ്ട്. ആ ദിനചര്യകളിൽ ഭക്ഷണം അതിന് ആവശ്യം, ഞാൻ പറഞ്ഞില്ല 250 കിലോഗ്രാം ഭക്ഷണം തന്നെ കൊടുക്കണം. അത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ വെള്ളം അത്ര തന്നെ കൊടുക്കണം. പിന്നെ എവിടെയാണ്, ഏത് അമ്പലത്തിലാണ് പോകുന്നത് അവിടെ ആനയ്ക്ക് വിശ്രമിക്കാനുള്ള സൗകര്യവും പാപ്പാന് വിശ്രമിക്കാനുള്ള സൗകര്യവും കൊടുക്കണം. ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, മേളക്കാർ ചെയ്യുന്ന ആക്ടിവിറ്റി പോലും ആന ചെയ്യില്ലേ. പിന്നെ മേളക്കാർ മുന്നിൽ നിന്ന് കൊട്ടണം, അവർക്ക് അത്രയും എക്സേഷൻ ഉണ്ട്. ആനയ്ക്ക് അതൊന്നുമില്ല. ആന തലകെട്ട് കെട്ടി അവിടെ നിന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഇതിന്റെ പുറത്ത് കയറുന്ന 10 അവർ കയറിക്കോട്ടെ. ആനയ്ക്ക് വെയിറ്റ് താങ്ങാം. അത് അങ്ങനെ ആനയ്ക്ക് അതൊരു വെയിറ്റ് അല്ല. അപ്പം ഒരമ്മ ഒരു കുട്ടീനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ അമ്മയ്ക്ക് അത്ര വെയിറ്റ് ഒന്നുമില്ല. അത് അമ്മ അങ്ങനെ അതിനെ ക്യാരി ചെയ്യണ മാതിരി ഇതിൻ്റെ ശരീരത്തിൽ അത്ര സ്ഥലമുണ്ട്. ഇത് തൂക്കം നോക്കൂ, 5000 കിലോ തൊട്ട് 6000 കിലോ വരെ തൂക്കമുണ്ട്. മനുഷ്യന് എത്ര കിലോ തൂക്കമുണ്ട്? 60-70 കിലോ തൂക്കമുണ്ട്. അതത്ര ഒരു കനമൊന്നുമില്ല. ആനകൾ അതിൻ്റെ പേരിലൊന്നും ഇതുവരെ ഒരു പ്രശ്നമൊന്നും കാണിക്കണമെന്നില്ല. അത്ര ഹെവി ഭാരം. ഇതിൻ്റെ 10 ഇരട്ടി 1000 കിലോ കയറ്റിയാൽ പോലും. ഇപ്പോൾ നമുക്കറിയാം മൈസൂരൊക്കെ 1000 കിലോ ഉള്ള ഭാരമുള്ള കയറ്റി വെച്ചിട്ടൊക്കെയാണ് അവിടുത്തെ ചടങ്ങുകൾ നടക്കുന്നത്. അത് നോക്കുമ്പോൾ ഇവിടെ വെറും മാക്സിമം എത്ര, ഒരു 5 പേരുണ്ടെങ്കിൽ 630 300 കിലോനാണ് മേത്ത് കയറുന്നത്. പിന്നെ കോലത്തിൻ്റെ ഒരു വെയിറ്റ്, അത് പറയുമ്പോൾ 1000 കിലോ തയ്ച്ചു വരുന്നില്ല. എനിക്കത് പറ്റും. നമ്മൾ തലയിൽ ചുമച്ചോണം എടുക്കുന്ന ആളുകൾ കണ്ടിട്ടില്ലേ, എത്ര കിലോൻ്റെ ചാക്ക തലയിൽ എടുക്കുക ആളുകൾ. അത് ആ ഒരു പ്രാക്ടീസാണ്. അതൊന്നും ഒരു അപകടമായിട്ടുള്ള കാര്യമില്ല. അതൊക്കെ ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് കടന്നു പോകുന്നതാണ്. ഒരു ഉത്സവങ്ങൾ തരുവാണ്. അപ്പോൾ അവിടെ നമുക്കിപ്പോൾ ആന നമ്മൾക്ക് എന്നാണേലും മുൻകരുതലുകൾ എടുക്കണം. ആനയെ പറഞ്ഞ പോലെ ഏതാന എന്ത് എപ്പോൾ ആങ്സൈറ്റി അല്ലെങ്കിൽ എന്താ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എടുക്കുന്ന മുൻകരുതലുകൾ എന്തല്ല? അതിപ്പോൾ ദേവസ്വമാണെങ്കിലും ശരി, ഈവൻ ഇഫ് നിങ്ങൾ വെറ്റിനറി ഡോക്ടേഴ്സ് ആണെങ്കിലും ശരി, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു മുന്നൊരുക്കം ഉണ്ടാവും, സ്ട്രാറ്റജി പ്ലാനിങ് ഉണ്ടാവും. ഒരു സ്ഥലം തൃശ്ശൂരാണെങ്കിൽ നമുക്കൊരു സ്ട്രാറ്റജി പ്ലാൻ ഉണ്ടാവും. ഏതൊക്കെ വഴികൂടെയൊക്കെ വരാം, ഏതൊക്കെ വഴികൂടെയൊക്കെ നമുക്ക് ക്രൗഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, ക്രൗഡിനെ മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ മയക്കുവഴിക്ക് വേണ്ട സെറ്റിങ്സ് ഉണ്ടോ, ക്രൗഡിനെ കൺട്രോൾ ചെയ്യുന്ന സെറ്റിങ്സ് ഉണ്ടോ, വടം പിടിച്ചിട്ട് മാറ്റുള്ള അങ്ങനെ ഒരുപാട് എന്താ പറയുക സെക്യൂരിറ്റി മെക്കാനിസം ഏതൊരു പ്രോഗ്രാമിനും നമ്മൾ ചാർട്ട് ചെയ്യും. അത് വലിയ വലിയ പ്രോഗ്രാമിനാകുമ്പോൾ നമുക്കത് ഓൾറെഡി നമ്മൾ ഡിസ്കസ്ഡ് ആയിരിക്കും. അല്ല ചെറുവക ആണെങ്കിൽ അവരുടെ അടുത്ത് നമ്മൾ കാര്യങ്ങളൊന്നും നോക്കി അവിടെ ലോക്കലായിട്ട് സ്റ്റുവാർഡ്സുമാരി കുറച്ച് ഈ ആനയെ കൺട്രോൾ ചെയ്യാനുള്ള കുറച്ച് സ്റ്റുവാർഡ്സ് നമ്മൾ അറേഞ്ച് ചെയ്യും. ഈ എലഫൻറ്റ് സ്ക്വാഡ് എന്നൊക്കെ പറഞ്ഞാൽ ഏതിനും തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു ടീം എപ്പോഴും ഉണ്ടാവും. അവർ അപകടരഹിതമായ ഒരു പൂരം നടത്താനായിട്ടുള്ള എല്ലാവിധ നടപടി അവരെ പഠിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർ ഓടിച്ചെന്ന് അതിനൊക്കെ മാറ്റി ആനനെ മാറ്റി കെട്ടി അങ്ങനെ ആ സീനിൽ പ്രശ്നപരിഹാരത്തിന് എല്ലാവിധ സൗകര്യം ചെയ്യാനായിട്ടുള്ള നടപടി നമ്മൾ കാലങ്ങളായിട്ട് ചെയ്യണതാണ്. ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിനൊക്കെ അത് ഞങ്ങൾ 40 ഡോക്ടർമാർ തന്നെ വന്ന് പരിശോധിച്ച് ആനയുടെ ഹെൽത്തൊക്കെ അസസ് ചെയ്യും.
നെക്സ്റ്റ് അതിൽ പൂരം വരുമ്പോൾ ഞങ്ങൾ 3-4 ടീമായിട്ട് എപ്പോഴും ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഓരോ ആനയ്ക്ക് ഓരോരുത്തർ വെച്ചിട്ട് നമ്മൾ സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടാവും. അവർ നമുക്ക് ഓരോ സമയം റിയൽ ടൈം മോണിറ്ററിങ് നമുക്ക് കിട്ടും. ഇന്ന ആന ഇന്നതായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് മാറ്റി നിർത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ തൃശ്ശൂരത്തിന് അങ്ങനെ പ്രശ്നം വരുമ്പോൾ നമ്മൾ പറയും. അപ്പോൾ ആ സമയത്തേക്ക് നമ്മുടെ ആളുകൾ അവിടെ ഓടിയെത്തുകയും കാര്യങ്ങൾ മോണിറ്റർ ചെയ്യും. അതെല്ലാം ഉത്സവങ്ങൾക്ക് അങ്ങനെയാണ്. ലോക്കലായിട്ട് എല്ലാ പ്രശ്നങ്ങളും നമ്മൾ സോൾവ് ചെയ്യുന്നുണ്ട്. അതൊന്നൊരു വിഷയമല്ല. ഇതെല്ലാം സ്റ്റാൻഡേർഡ് ഒരു SOP ഉണ്ട് നമ്മുടെ കയ്യിൽ. ആ SOP വെച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പം വന്യജീവി സംരക്ഷണം എന്നുള്ള പോലെ തന്നെ വന്യജീവി രക്ഷാപ്രവർത്തനം അത് ചില സമയങ്ങളിൽ ഇപ്പം നമ്മൾ കണ്ട പടയപ്പ ഈ കഴിഞ്ഞിട്ട് ഒരു ആനയുടെ തുമ്പിക്കൈയിൽ കൈതച്ചക്ക ബോംബ് പൊട്ടിയിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. ഉണ്ടാവില്ല. അപ്പം അതിൽ രക്ഷാപ്രവർത്തനം വൈകുന്നുണ്ട്. കാരണം അതൊരു ടെറൈൻ മോശമായതുകൊണ്ടും പിന്നെ ഫോറസ്റ്റ് പറയുന്നത് അങ്ങനെ കൈതച്ചക്ക കടിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും ഇനി രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പോൾ അത് അവിടെ കിടന്ന് ചെരിഞ്ഞു പോവുകയാണെങ്കിൽ മറ്റുള്ള മൃഗങ്ങൾക്ക് അതൊരു ഭക്ഷണമാവും എന്ന് പറഞ്ഞുകൊണ്ട് അവരതങ്ങനെ ഒന്ന് ബാക്കപ്പ് ചെയ്യും. അത്രയേ ഉള്ളൂ. കാട്ടിലങ്ങനെയാണ്. കാടിൻ്റെ ഒരു സ്വതന്ത്രമായ അവസ്ഥയിലേക്ക് വിടാൻ. പിന്നെ കുറേ മീഡിയ പേഴ്സൺസ് കുറേ കവർ ചെയ്യുമ്പോഴാണ് അതിനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ പിടിച്ച് കെട്ടി അവർക്കൊന്നും ചെയ്യാനുമില്ലല്ലോ. കാരണം കാട്ടിൽ സുരക്ഷിതമല്ലാത്തത് കൊണ്ടാണല്ലോ കൈതച്ചക്ക കടിക്കുന്നത്. അല്ലെങ്കിൽ അവർ പുറത്ത് വന്നിട്ട് കർഷകരുടെ എന്തെങ്കിലും നശിപ്പിക്കുമ്പോൾ കർഷകർ അതിനെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമാണ്. അപ്പോൾ കൊമ്പനാനകളാണ് കൂടുതൽ ഇതിലൊക്കെ പെട്ടുപോകുന്നത്. കൊമ്പനാനകളെ അത്യാവശ്യം പ്രശ്നം ഉണ്ടാക്കുന്ന കൊമ്പനാനകളെ പിടിച്ച് ക്യാമ്പിലേക്ക് അയക്കണം. അത്രേ ഉള്ളൂ. രക്ഷാപ്രവർത്തനം ശക്തമാക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? രക്ഷാപ്രവർത്തനം ശക്തം വെച്ച് കഴിഞ്ഞാൽ വൺസ് അവർ കാട്ടിൽ നിന്ന് പുറത്ത് കടന്നാൽ പിന്നെ ഉള്ളിലേക്ക് എത്ര ഉള്ളിലിട്ടാലും തിരിച്ചു വരും. അപ്പോൾ വൈൽഡ് അനിമൽസിൻ്റെ ക്യാരക്ടറാണ്. അപ്പോൾ നമ്മൾ അതിനെ അല്ലെങ്കിൽ അത് അടുത്ത ഒരു 6 മാസത്തിനുള്ളിൽ മരണപ്പെടും. മരണപ്പെടാതിരിക്കണമെങ്കിൽ അവരെ ക്യാമ്പിൽ കൊണ്ടുവന്ന് ട്രെയിൻ ചെയ്ത് അവിടെ നിർത്തണം. അവർക്ക് ഭക്ഷണം കൊടുത്ത് നിർത്തണം. ഓക്കെ. പിന്നെ 19 ആനകളെ പിടിച്ച കേരളത്തിലെ വന്യജീവി പ്രശ്നം തീരാവുന്നേ ഉള്ളൂ. അപ്പോൾ കാട്ടിൽ ആർക്കും ഇപ്പം നാട്ടിൽ നമുക്കറിയാം വയനാട് ഇടുക്കി മേഖലകളിലൊക്കെ ആറളം ഭാഗത്തൊക്കെ കുറച്ച് കൊമ്പനാനകൾ പ്രശ്നം ഉണ്ടാക്കുള്ളൂ. ശ്രദ്ധിച്ചാൽ അറിയാം. കൊമ്പനാനകൾ നമ്മുടെ ഒരു ഇപ്പം 25 വയസ്സ് 30 വയസ്സായിട്ടുണ്ടാവും. ഇത്തരം കൊമ്പനാനകളെ പണ്ട് കാലത്തൊക്കെ പിടിച്ച് നമ്മൾ നാട്ടിൽ ക്യാമ്പുകളിൽ അല്ലെങ്കിൽ വളർത്താൻ കൊടുക്കുമായിരുന്നു. അപ്പോൾ സന്തുലനാവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോൾ കാട്ടിലെ ആനയുടെ എണ്ണം കൂടി. പിടിയാൻ എത്ര കൂടിയോട്ടോ കുഴപ്പമില്ല, മോഴയാൻ എത്ര കൂടിയോട്ടോ കുഴപ്പമില്ല. അവരൊക്കെ അവരുടേതായ രീതിയിൽ. കൊമ്പനാന വരുമ്പോഴാണ് ഇവർ കൂടുതൽ പുറത്തേക്ക് ഇറങ്ങുന്നതും. അവർക്കൊരു ധൈര്യം ഉണ്ടാവും കൊമ്പനാനയ്ക്ക്. മോഴയാനയ്ക്കോ അല്ലെങ്കിൽ പിടിയാനയ്ക്കോ ഗ്രൂപ്പിൽ നിന്ന് വിട്ടുപോകാൻ ധൈര്യം ഉണ്ടാവില്ല. അതിന് കൊമ്പനാനയ്ക്ക് അഷ്ടപ്രഹരിയാണ് ആന. 2 കൊമ്പ് എക്സ്ട്രാ ഉണ്ട്. അഷ്ടപ്രഹരി എന്ന് പറയും. അതായത് 8 പാവം കൊണ്ട് അടിക്കാൻ പറ്റും അതിന്. കാലുകൊണ്ട് 2 നട 2 അമരം വാല് തുമ്പി. അപ്പോൾ 6 ആയില്ലേ. പിന്നെ അഡീഷണൽ 2 കൊമ്പ്. അത് കൊമ്പനാനയ്ക്ക് മാത്രമേ ഉള്ളൂ. മോഴയ്ക്കൊക്കെ ആണെങ്കിൽ 6 പ്രഹരല്ലേ ഉള്ളൂ. അപ്പോൾ ഈ കൊമ്പനാനകളാണ് ഈ ഗ്രൂപ്പിൽ നിന്ന് വെളിയിലിറങ്ങുക. കടുവയുടെ അറ്റാക്കിനെ രക്ഷപ്പെട്ടെങ്കിൽ ഈ കൊമ്പനാനകൾക്ക് പറ്റില്ല. പിടിയാനയ്ക്കൊന്നും പറ്റില്ല അങ്ങനെ. അപ്പോൾ അവർ പുറത്തിറങ്ങുന്നു. അവർ പുറത്തിറങ്ങിയാൽ പിന്നെ അത് ജനങ്ങളുടെ ഇടയിലേക്ക് വരുന്നു, കൂടുതൽ പ്രശ്നം ഉണ്ടാക്കണം. അപ്പോൾ അവരെക്കുറിച്ച് പഠിക്കുകയും അതിന് വേണ്ട നടപടി എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. ഈ വന്യമൃഗ കോൺഫ്ലിക്റ്റ് ഇത് ഒഴിവാക്കാനായിട്ട് ഈ കുറച്ച് കൊമ്പനാനകളെ നമ്മൾ പറയും എന്തിനൊരു ട്രിമ്മിങ് ആവശ്യമാണ്. അപ്പോൾ ഈ കൊമ്പനാനകളെ പിടിച്ച് നാട്ടിൽ കൊടുത്താൽ നാട്ടിലവർ നോക്കിയോളും. അതോടൊപ്പം തന്നെ കാട്ടിൽ ഈ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ അവിടെ സോൾവ് ചെയ്യുകയും ചെയ്യും. ഈ ഗ്രാമീണ മേഖലയിൽ മൃഗസംരക്ഷണം ശക്തമാവുമ്പോൾ എന്ത് നേട്ടങ്ങളായിരിക്കും നമുക്കുണ്ടാവുക? ഗ്രാമീണ മേഖലയിൽ മൃഗസംരക്ഷണം എപ്പോഴും അവിടെ ഡെവലപ്മെന്റ് വരുമല്ലോ. കൃത്യമായിട്ടുള്ള ഡെവലപ്മെന്റ് അവിടെ വന്നിരിക്കും. ഗ്രാമീണർക്ക് സുഖമായിട്ട് ജീവിക്കാൻ അവർക്ക് കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന നഷ്ടം ഇല്ലാതിരിക്കുകയും ചെയ്താൽ തന്നെ അവർക്ക് ആത്മാർത്ഥമായിട്ട് കൃഷി ചെയ്താൽ മാത്രമല്ല നമ്മുടെ GDP ലെവൽ കയറി വരുള്ളൂ. അപ്പോൾ കർഷകർ രക്ഷപ്പെടും, നാടും രക്ഷപ്പെടും. അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ഇപ്പോൾ സാറ് തന്നെ പറയുന്നുണ്ട് NGOകൾ പൂരത്തിനെതിരാണ്, അല്ലെങ്കിൽ പൂരത്തിനെതിരെന്നല്ല ആനയെ എഴുന്നള്ളിപ്പിക്കുന്ന എതിരാണ്. അങ്ങനെ നോക്കുമ്പോൾ പണ്ട് കാലത്ത് നമ്മളിപ്പോൾ സാറ് തന്നെ പറഞ്ഞു താജ്മഹൽ ഉൾപ്പെടെ പണിതത് ആനകളുടെ എന്തിനും നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രം പറയുകയാണെങ്കിൽ അവിടുത്തെ ആ മറ്റേ ഇത് കയറ്റി വെച്ചത് ആനയും മനുഷ്യരുമാണ്. ഒരുപാട് പേര് മരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളൊരു കാലത്ത് ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് തടിയിൽ കൂപ്പിൽ ആനയാണ്. ഇപ്പം അതില്ല. ഇപ്പം JCB ക്രെയിനൊക്കെ മാറി നമ്മളത് എന്താ പറയുക റീപ്ലേസ് ചെയ്തു. കുറച്ചുകൂടെ എളുപ്പമായി. അതായത് ഈ സാർ പറഞ്ഞ പോലെ 10,000 രൂപ കൊടുത്ത ഒരു ആനയ്ക്ക് ഒരു ദിവസത്തെ ചെലവിൻ്റെ പോലും കാശില്ല. ഒരു JCB വിളിച്ചാൽ അല്ലെങ്കിൽ അത് അനുസരിച്ചുള്ള സാധനം വിളിച്ചാൽ. അങ്ങനെയാണെങ്കിൽ ഈ എന്താ പറയുക NGO പറയുന്നതിൽ എന്താണ് കാര്യമുള്ളത്? അപ്പം നാളെ ഒരു കാലത്ത് ഈ പറയുന്ന പോലെ ആനയെ അവിടെ നിന്ന് കൂപ്പിൽ നിന്ന് റീപ്ലേസ് ചെയ്തതുപോലെ ഇനി പൂരകളിൽ നിന്ന് റീപ്ലേസ് ചെയ്യണമെന്നാണോ? എന്താണ് ഇവരുടെ? അല്ല, അവർ റോബോട്ടിക് ആനയല്ല പാടുള്ളൂ എന്ന് പറയുന്നത്.
അതിലവർ റോബോട്ടിക് ആന ആയിക്കോട്ടെ, ജീവനുള്ള ആന വേണ്ടെന്ന്. ആ ബ്രീഡിനെ തന്നെ ഇല്ലാണ്ടാക്കലാണ് അവരുടെ ആവശ്യം. അതെങ്ങനെയാണ് ഇല്ലാണ്ടാവുന്നത്? ഉണ്ടാവില്ല, എന്തായാലും നമുക്ക് ആവശ്യമില്ലെങ്കിൽ നമ്മളിപ്പോൾ ഞാൻ പറയാമല്ലോ, ഒരു പുലീനെ അല്ലെങ്കിൽ കടുവ കണ്ടാൽ നമ്മൾ അപ്പം തന്നെ വെടിവെച്ചെല്ലാം പറയും സാധാരണ ജനങ്ങളില്ലേ. കാരണം അതിനോട് സ്നേഹമൊന്നും മനുഷ്യന് കാണാനില്ല, പക്ഷെ ആനയോട് ഭയങ്കര സ്നേഹമാണ്. കാട്ടാനയില്ല, അതിൽ അരിക്കൊമ്പനെ കൊല്ലാതിരിക്കാനായിട്ട് ഇവിടെ ആളുകൾ അങ്ങോട്ട് തിരിച്ചു വിടും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു വികാരമുണ്ട്, ആനയോടൊരു വികാരമുണ്ട്. അപ്പോൾ ആ വികാരം നിലനിൽക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ ആനയെ അറിയുന്നത് എങ്ങനെയാണ്? അമ്മ കഴിഞ്ഞാൽ പിന്നെ ആന എന്നാണ് നമ്മൾ പഠിച്ചത്. അത് നമ്മളങ്ങനെ പഠിച്ചു വന്നത് എന്തുകൊണ്ട്? ആന നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. അതിൽ നിന്ന് മാറ്റം വരികയാണ്. ഇപ്പോൾ ആനയെ ഇല്ലാണ്ടാക്കുക, അടുത്ത തലമുറയ്ക്ക് ആനയെക്കുറിച്ച് പറയാതിരിക്കുക. ഒരു ആനയെ കൊണ്ട് ഇപ്പം നമ്മളൊക്കെ ചെറുപ്പം തൊട്ട് ഈ ആനയുടെ അടുത്ത് പോയിരുന്നുണ്ട്, പക്ഷേ ആന കണ്ടു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കും, ആന വരുന്ന ഭക്ഷണം കഴിക്കും. അങ്ങനെ ജീവിച്ച് നമ്മളൊക്കെ ആന തന്നെ ഇല്ലാണ്ടാക്കുക നമ്മുടെ സമൂഹത്തിൽ നിന്ന്. അതൊരു ഗൂഢലക്ഷ്യമായിരിക്കും. ഇത് ഇപ്പോഴെല്ലാം അറിയുക, ഒരു 50-50 വർഷം കഴിയുമ്പോഴാണ് അറിയുക നമ്മുടെ സമൂഹത്തിൽ ആനയെ ഉണ്ടാവില്ല. ആനകളൊന്നും ഇല്ലെങ്കിൽ ആനയെക്കുറിച്ച് ആരാ പഠിക്കണേ? ഇപ്പം തന്നെ പശുവിനെ എത്ര പേര് പശുവിനെ തൊട്ടിട്ടുണ്ടാവും നമ്മുടെ പുതിയ ജനറേഷൻ? സാറ് പറഞ്ഞല്ലേ ദിനോസർ ഉണ്ടായിട്ടാണ് നമ്മൾ ദിനോസറെ പറ്റി പഠിച്ചത്. അല്ല, അത് സിനിമ വന്നിട്ട് അത് അങ്ങനെ പഠിച്ചു, അത്രേ ഉള്ളൂ. ഞാൻ ചുമ്മാ പക്ഷെ എത്ര പേര് ദിനോസറിനെ ഇഷ്ടപ്പെടുന്നുണ്ട്? ഇല്ല. പക്ഷെ ആനയെ കുറെ പേര് ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ ജവഹർ ബാലവല്ല എല്ലാ വർഷവും ക്ലാസ് എടുക്കുന്നത്, കാരണം ഞാൻ ഈ 10-25 വർഷമായിട്ട്. ആ കുട്ടികൾ ഇന്ന് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അവരൊക്കെ ഒരു 2-3 മെഡിസിനൊക്കെ അവരിപ്പോൾ ഇന്ന് ആ ഒരു ദിവസത്തെ ക്ലാസ് 2 മണിക്കൂർ ക്ലാസ് ഓർത്തിട്ട് എൻ്റെ അടുത്ത് ഓടിയെന്ന് പറയും, സാറല്ല ഞങ്ങൾക്ക് ആനയെക്കുറിച്ച് പഠിപ്പിച്ചാണ്. അപ്പോൾ അതൊരു വികാരമുണ്ട് എൻ്റെ ഉള്ളിൽ. ആനകളുടെ ക്ഷേമത്തിനായിട്ട് ഇപ്പോൾ നിരവധി നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. നാട്ടാന പരിപാലന നിയമം അങ്ങനെ ഒരുപാടുണ്ടല്ലോ. അങ്ങനെ ഉള്ളപ്പോൾ തന്നെ ഇതിനെ സംരക്ഷിക്കപ്പെടുന്നതിനേക്കാൾ ഉപരി ഇത് നിയന്ത്രിക്കപ്പെടുന്നതായിട്ട് ഈ നിയമം തോന്നിയിട്ടുണ്ടോ? നിയന്ത്രിക്കലല്ലല്ലോ വേണ്ട, ശരിക്കും എപ്പോഴും ഒരു സംരക്ഷണം കൊടുക്കുക, സപ്പോർട്ട് കൊടുക്കുക. ഗവൺമെൻറ്റിൻ്റെയൊക്കെ ഒരു നടപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയന്ത്രണം എപ്പോഴും ദോഷത്തിലേക്കേ പോകുള്ളൂ. സംരക്ഷണം കൊടുക്കുക, ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക, ഇതാണ് നല്ലത്. അപ്പോൾ അത് നാട്ടാന പരിപാലന നിയമം നല്ലതാണ്, അത് നമ്മൾ അംഗീകരിക്കണം. അതിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ കയറി വന്നാലോ അപ്പോൾ ഉദ്യോഗസ്ഥരുടെ അഹംഭാവം കൂടി വരും. ഇപ്പം അതുപോലെ തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ് 2024 കേന്ദ്ര സർക്കാരിന്റെ ഗതാഗതം ട്രാൻസ്പോർട്ടേഷൻ. ഞാൻ കുറച്ചു മുമ്പും ചോദിച്ചിരുന്നു, ഈ പറയുന്ന ഉത്സവങ്ങൾ കാണാൻ എവിടെ എഴുന്നള്ളിക്കുന്ന നിങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ ഭയങ്കര പാടാണെന്നാണ് സംഘാടകർ ഉൾപ്പെടെ, അതായത് സംഘാടകർ മീൻസ് ആനകളുടെ ഉടമസ്ഥർ ഉൾപ്പെടെ പറയുന്നത്. അതിനെ നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാൻ പറ്റും? അതായത് കേന്ദ്ര ഗവൺമെൻറ് സെക്ഷൻ 43 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ പറയണത് ക്യാപ്റ്റീവ് അനിമൽസിൻ്റെ നിരോധിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ആന ലൈവ് എലഫൻറ്റിനെ എക്സെപ്ഷൻ കൊടുത്തിരിക്കുക. അപ്പോൾ ആനനെ എവിടേക്ക് വേണമെങ്കിൽ ഇന്ത്യയിൽ എവിടേക്ക് വേണമെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യാം. അതിന് 2 കൂട്ടരെയും അതാത് സ്റ്റേറ്റിലത്തെ ചീഫ് വൈൽഡ് വാർഡിനെ അറിയിച്ചിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അതായത് പറയുന്നുണ്ട്, പക്ഷെ അതൊന്നും ഫോറസ്റ്റ് അംഗീകരിക്കുന്നില്ല. ഇപ്പോൾ അംഗീകരിക്കാത്തൊരവസ്ഥയാണ്. അത് ഇനി വരുംകാലങ്ങളിൽ അംഗീകരിച്ചേ പറ്റൂ, അല്ലെങ്കിൽ നിവൃത്തിയില്ല. കാരണം ഫോറസ്റ്റ് എപ്പോഴും ഫോറസ്റ്റിൻ്റെ ഭാഗം ചിന്തിക്കുള്ളൂ. അത് പാടില്ല. നമ്മൾ അവരാണ് ശരിയെന്ന് അവർ പറയുന്നത് ശരിയല്ല. ഇവിടെ സമൂഹത്തിൽ നടക്കേണ്ട കാര്യങ്ങൾ നടന്നേ പറ്റൂ, അത് നടത്തുകയും ചെയ്യും. ആനയെക്കുറിച്ച് വാദോരാതെ സംസാരിച്ചു. അപ്പം അതിൽ ഒരു കാര്യം നമ്മൾ തന്നെ സാർ പറഞ്ഞു, സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് ചങ്ങലൊക്കെ ഇടുന്നത്. പക്ഷെ ചങ്ങലയല്ലല്ലോ, ശരിക്കും കൂച്ചുവിലം കിട്ടല്ലേ? അതായത് അല്ല, അത് ഇപ്പോൾ ആനയ്ക്ക് ചങ്ങല എന്ന് പറയുന്നത് ഒരു സംരക്ഷണത്തിൻ്റെ ഭാഗമാണ്. അത് നമുക്ക് ആനേനെ നമുക്ക് ഷെഡിൽ ഒരു കൂട്ടിലിടാൻ പറ്റില്ലല്ലോ, വെറുതെ കൂട്ടിലഴിച്ചിടാൻ പറ്റില്ല. എനിക്ക് നാട്ടാനകളെ, കാട്ടാനകളല്ലല്ലോ, നാട്ടാനകൾ ഇപ്പോൾ കാട്ടിൽ ഫോറസ്റ്റിലായാലും ചങ്ങലയ്ക്ക് തന്നെയാണ് കെട്ടിയിടുന്നത്. പിടിച്ചു കഴിഞ്ഞാൽ അതിനെ മെരുക്കാൻ സമയത്ത് മാത്രമാണ് കൂട്ടിലിടുക. അല്ലെങ്കിൽ അപ്പോൾ കൂട്ടിലിട്ടിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് ചങ്ങലയ്ക്കിടുക. അല്ലെങ്കിൽ ചങ്ങല എന്താണെന്ന് എനിക്കറിയില്ല. ചങ്ങല എന്താണെന്ന് പഠിപ്പിച്ചതിന് ശേഷമാണ് ചങ്ങല അതിൻ്റെ ശരീരത്തിലിടുന്നത്. പിന്നീട് അത് ആനയ്ക്കൊരു ആഭരണമായി മാറുകയാണ്. അല്ലാതെ ആനയ്ക്ക് എവിടെയെങ്കിലും പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ ആനനെ എവിടെയും തളയ്ക്കണം, പെട്ടെന്നൊരു തളച്ചിട്ട് ആനയ്ക്ക് റെസ്റ്റ് കൊടുക്കാം. അപ്പോൾ ചങ്ങല ഒരിക്കലും ആനയ്ക്ക് അപകടകരമായിട്ടുള്ളൊരു സാധനമെന്ന് പറയുന്നില്ലതും ശരിയല്ല, അതൊരു ഭാഗമാണ്. അല്ല, അത് നീര് സമയത്ത് ചങ്ങല ആന തന്നെ സ്വയം വലിച്ചു പൊട്ടിക്കാൻ ശ്രമിക്കുന്നത്. അത് ആ മസ്തിൻ്റെ പ്രത്യേകതയാണ്, മതകാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. മതകാലത്തിൽ ആന വിഭ്രാന്തിയാണ്. എന്താ പറയുക, അതിൻ്റെ മസ്ത് വരുമ്പോൾ ചങ്ങലും ദേഷ്യം എല്ലാം കൂടി വരുന്ന ഒരു സമയമുണ്ട്. ചില സമയം ഇങ്ങനെ ചില വീഡിയോസ് ഒക്കെ കാണത്തില്ലേ, കാലൊക്കെ പൊട്ടിപ്പൊള്ളി. അത് ഇതാണ് ചങ്ങല ക്രോസ് ചെയ്തിട്ട് ഉള്ളംകാല്. അത് അതായത് ആന ആ സമയത്ത് അബോധാവസ്ഥ ശരിക്കും മസ്തിന്റെ സമയത്ത് കൊമ്പൊക്കെ ഇട്ട് അടിക്കും, എല്ലാം ചെയ്യും. അതൊരു ക്യാരക്ടറിന്റെ ഭാഗമാണ്. അത് എല്ലാ ആനകളും ഇല്ല കേട്ടോ, വളരെ കുറച്ച് ആനകളാണ് അങ്ങനെ ചെയ്യാറുള്ളൂ. ഇതൊരു ചൊല്ലാണ്, എനിക്കത് ശരിയാണ്. മണ്ട ക്വസ്റ്റ്യൻ, ആനയ്ക്ക് ആനയുടെ വണ്ണം അറിയാമോ എന്ന് ചോദിക്കുന്നത്. അത് ആനയ്ക്ക് ആനയുടെ വണ്ണമൊക്കെ അറിയാം. കാരണത്തിൽ ആന വളരെ ശ്രദ്ധിച്ചിട്ടാണ് നമുക്ക് തന്നെ അറിയില്ല ആന എങ്ങനെയാണ് ഒരു ഇതിൻ്റെ ഉള്ളിൽ നടന്നു പോകുന്നത്. ആന ശരിക്കും ഒരു പാമ്പിൻ്റെ സ്വരൂപമാണ്.
എങ്ങനെ വേണമെങ്കിൽ വളയാം, എങ്ങനെ വേണമെങ്കിൽ നിൽക്കാം. ആനയ്ക്കെല്ലാം അറിയാം. നമ്മൾ ആനയുടെ എവിടെയാണ് തൊട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന തിരിച്ചറിയും. ആന അത്രയും ആനയുടെ ശരീരം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഓരോ വൈബ്രേഷൻ കണ്ടാൽ അറിയാം മനസ്സിൽ. അത് ഇപ്പോൾ ഡോക്ടർ ജയറാം പറയാറുണ്ട്, ആനയുടെ ആയുർവേദത്തിലൊരു എക്സ്പെർട്ടാണ് അദ്ദേഹം. ആൾ പറയാറുണ്ട് ആനയുടെ കുറേ ഈ പാലകാപ്പിയൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു കൺസേൺ ആണ്. അപ്പോൾ വായിച്ചിട്ട് അദ്ദേഹം, നമ്മൾക്കത്ര സംസ്കൃതത്തിൻ്റെ ഭാഗങ്ങളല്ലേ, നമ്മൾ അലോപ്പതിയുടെ ഭാഗമല്ല. അപ്പോൾ ഇത് രണ്ട് സംയോജിച്ചുകൊണ്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആന എപ്പോഴും ഒരു നല്ല എന്താ പറയുക, വളരെ സ്നേഹമുള്ള ആന. പിന്നെ ഇവർ ചൂടിൻ്റെ കാര്യം പറയും, എന്താ പറയുക, ചൂടിന് ആനയ്ക്കിഷ്ടം. അതിൻ്റെ ഒരു ശ്ലോകം ഉണ്ട്. ആ ശ്ലോകം ഞാൻ വേണമെങ്കിൽ ഒന്ന് പറയാം, പക്ഷെ അത് സംസ്കൃത ശ്ലോകമാണ്. ഞാൻ സംസ്കൃതത്തിൽ അത്ര എക്സ്പെർട്ട് എന്നാലും പറയാം. ഹിമേ ഹംസ പ്രസീദന്തി ഖനേ മേഘ ചാതക ഉഷ്ണേ ഗജ പ്രസീദന്തി ന സർവദാ സുഖിനു. അപ്പോൾ മഞ്ഞിലാണെങ്കിൽ അരയണ്ണം, കാർമേഘം വരുമ്പോൾ ഹംസം, ചൂടാകുമ്പോൾ ആന. ഇതാണ് പല പല കാലങ്ങളിൽ പല കാലാവസ്ഥയെ ഇഷ്ടപ്പെടുന്നത്. അത് നേരത്തെ തന്നെ പാലകാപ്പിമുനി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ചൂട് ഒരു വലിയൊരു പ്രശ്നമായിട്ട് ആനയ്ക്ക് എല്ലാവരും പറയുന്നുണ്ട്. ചൂടിനെ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന ഒരു മൃഗമാണ് ആന. ഓക്കെ, സാറ് കണ്ടുപിടിച്ച ഡ്രോൺ കുറച്ച് എന്താ പറയുക, കുറേയെങ്കിലും ആനകളെ അധികം വേട്ടയാടാതെ, അതായത് രക്ഷിക്കാൻ പറ്റട്ടെ. അതൊരു നല്ല തീർച്ചയായും കുറേ മനുഷ്യർ അത് നിലനിൽക്കട്ടെ. എന്താണേലും കണ്ടതിലും പരിചയപ്പെട്ടതിലും ഭയങ്കര സന്തോഷം. വളരെ നന്ദി.